നമസ്തേ. ഞാനിന്ന് നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലാണ്. ഭഗവാന്റെ ആ കിഴക്കേ ഗോപുരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നവിടെയാണ്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ദോഷദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഊരാളി നിർദ്ദേശിച്ച വഴിപാടുകൾ തിരുനടയിൽ പ്രവേശിച്ച് മല അപ്പൂപ്പനോട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. കല്ലേലി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. ആ സന്നിധാനത്തിൽ സഫലീകരണത്തിനും ദോഷദുരിതങ്ങൾ മാറുന്നതിനും നടത്തേണ്ട പ്രധാന പരിപാടികൾ ഇവിടുത്തെ ഈ വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് 41 മണ്ഡല മാസം ചിറപ്പ് അവസാനിക്കുന്ന ദിവസമാണ്. നവാഭിഷേകം, തൃപ്പടി പൂജ, മലക്കുടി പൂജ, മലത്തിന്റെ പൂജ, ഉപസ്വരൂപ പൂജകൾ, ആനയൂട്ട്, വാനൂരിയൂട്ട്, നീരട്ട്, നിത്യപൂജ, കന്നി ആദിത്യ പൊങ്കാല, നിത്യപൊങ്കാല, അൻപുരി, കുലാഭാരം, വാനൂർ ചിലമ്പു, വാനൂട്ട്, ഗുരു. ശേഷം ഭക്തജനങ്ങൾ അന്നദാന മണ്ഡപത്തിൽ എത്തി നിത്യ അന്നദാന വഴിപാടിൽ പങ്കെടുക്കുക. അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങി കാവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിയിലൂടെ ഭവനത്തിലേക്ക് മടങ്ങുക. ബുക്കിംഗ് വഴിപാടുകളായ നിത്യ അന്നദാനം, ഉപസ്വരൂപ പൂജകൾ, നവാഭിഷേകം, മലക്കുടി പൂജ, മലക്കുടി പൂജ, വെള്ളക്കുടിയിലേക്ക് ആഴിപൂജ, എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന പ്രശ്ന ചിന്ത പരിഹാര പൂജ, ഞാനിങ്ങനെ ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ അപ്പൂപ്പൻ കാവിൽ നടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സീനറികളുണ്ട്. കാര്യം ഇവിടുത്തെ കുരങ്ങന്മാർ വളരെ രസകരമാണ്. അവർക്കെല്ലാവർക്കും ഇവിടെ ആഹാരം വെച്ചിട്ടുണ്ട്. എടുക്കുന്നില്ല മോളൊക്കെ എന്ത് മീൻ നിൽക്കില്ല. ഇവിടുത്തെ ദൃശ്യ മനോഹരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു നദി ഇതിൽ ഒഴുകുന്നുണ്ട് ശാന്തസുന്ദരമായിട്ട്. ആ നദിയിലെ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനെ ഭക്തജനങ്ങളെ ചരിത്ര സത്യങ്ങളെ സാക്ഷി നിർത്തി 999 മലകൾക്ക് അധിപനായി എല്ലാവർക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുന്നു.
ആശ്രയമേകുന്ന അദൃശ്യം അരൂപിയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും അഭയവരപ്രദായകനുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് കല്ലേലി മണ്ണിലേക്ക് സത്യത്തിന്റെ നേർവഴിയിലേക്ക് ഭക്തജനങ്ങളെ ശ്രീ കല്ലേലി മൂലസ്ഥാനം ഭരണസമിതി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രധാന വഴിപാടുകൾ ഈ കൗണ്ടറിൽ നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഞാൻ എത്തിച്ചു തരുന്നു. ഇവിടെ വന്ന് ഈ വഴിപാടുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ട് അപ്പൂപ്പന് സമർപ്പിച്ച് തൊഴാൻ ശ്രീ കല്ലേലി അപ്പൂപ്പന്റെ തിരുസന്നിധി ആഗ്രഹ സഫലീകരണത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവദോഷ ദുരിതങ്ങൾ മാറുന്നതിനും ഭക്തജനങ്ങൾ താമ്പൂലപ്രിയനായ മലദൈവമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പന് ആദ്യം സമർപ്പിക്കേണ്ട ഇഷ്ട വഴിപാട് താമ്പൂല സമർപ്പണം, മുറുക്കാൻ വഴിപാട്. താമ്പൂല സമർപ്പണം മലയപ്പൂപ്പനോടുള്ള ഭക്തരുടെ നേരിട്ടുള്ള അപേക്ഷയാണ്. താമ്പൂല സമർപ്പണം, മുറുക്കാൻ വഴിപാട് സമർപ്പിക്കേണ്ടത് എങ്ങനെ? പേരും നക്ഷത്രവും പറഞ്ഞു ഇവിടെ രാവിലെ വന്ന് പൊങ്കാല ഇടുന്ന ആ രംഗമാണ് നിങ്ങൾ ഇവിടെ ദർശിക്കുന്നത്. ഇവിടെ വന്ന് അപ്പൂപ്പന് എൻ്റെ നടയിൽ വന്ന് പൊങ്കാലയിട്ട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ലോക നന്മയ്ക്കും മാനവകുലത്തിനും സർവചരാചരങ്ങൾക്കും വേണ്ടി അവതാരമെടുത്ത ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന തൃപ്പാദ മണ്ഡപത്തിന് മുമ്പിൽ നിന്ന് മനമുരുകി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുക. ശേഷം യോഗീശ്വര ഭാവത്തിൽ അപ്പൂപ്പന്റെ ഉപസ്വരൂപമായി ശക്തി ചൈതന്യമായി കുടികൊള്ളുന്ന വടക്കഞ്ചേരി വല്യച്ഛനെയും ഹരിനാരായണ തമ്പുരാനെയും കല്ലേലി കൗളഗണപതി ഭഗവാനെയും മലക്കുടി സൂക്ഷിക്കുന്ന നിലവറയെയും കുട്ടിച്ചാത്തൻ ഭഗവാനെയും വണങ്ങി പ്രദക്ഷിണമായി കല്ലേലി അമ്മൂമ്മയുടെ തിരുനടയിലെത്തി പ്രപഞ്ചശക്തിയായ മാതാവിനെ വണങ്ങി വട്ടിയൊരുക്ക് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും സങ്കല്പിച്ച് പ്രാർത്ഥനയോടെ ഇവിടുത്തെ അന്നദാനത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീന്. ഉപദേവാലയങ്ങളിൽ പ്രവേശിക്കുക. ഉപദൈവമായ ആദ്യ ഗുരുമണിയെയും സരാശക്തി അമ്മയെയും വനദുർഗ അമ്മയെയും വണങ്ങി നാഗരാജാവിന്റെയും നാഗയക്ഷിയമ്മയുടെയും നടയിൽ പ്രാർത്ഥിച്ച് മഞ്ഞപ്പൊടി തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുക. തുടർന്ന് ഉഗ്രസ്വരൂപങ്ങളായ കൊച്ചുകുഞ്ഞ് അറുകല തമ്പുരാനെയും യക്ഷിയമ്മയെയും വണങ്ങി ഭാരതത്തിൽ ആദ്യം അവതാരമെടുത്ത ഭാരത പൂങ്കുറവൻ അപ്പൂപ്പനെയും ഭാരത പൂങ്കുറത്തി അമ്മൂമ്മയെയും വണങ്ങി പർണശാലയിലെത്തി പിതൃക്കന്മാരുടെയും ആശാന്മാരുടെയും അനുഗ്രഹത്തിനായി പിതൃക്കന്മാരെയും ആശാന്മാരെയും ശക്തി സ്വരൂപങ്ങളെയും വണങ്ങി പുറംകളത്തിൽ എത്തുക. ഏഴിലമ്പ്രാടിയിൽ കുടികൊള്ളുന്ന ഉഗ്രമൂർത്തികളെയും വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന ഇരുനടയുടെ മുമ്പിലെത്തി പൂജാദ്രവ്യങ്ങൾ എണ്ണ, തിരി, കർപ്പൂരം, ചന്ദനത്തിരി എന്നിവ തലയ്ക്കൊഴിഞ്ഞ് തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ശേഷം താമ്പൂലം, മുറുക്കാൻ, കള്ള്, കരിക്ക് എന്നിവ 999 മലക്കളരിയിൽ സമർപ്പിച്ച് ഉദ്ദിഷ്ട കാര്യം ഊരാളിയോട് പറയുക. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഊരാളി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുക. ഊരാളി മലയ്ക്ക് കരിക്കുടച്ച് രാശി നോക്കി ഫലം പറയുന്നു. ഊരാളിക്ക് ദക്ഷിണ സമർപ്പിച്ച് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇത്രയും മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തി ഞാനിത് ഇവിടെ ഇപ്പോൾ ഞാൻ സമാപ്തമാക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അടുത്ത ദിവസം കാണാം.